നീലശലഭം പാർട്ട് 15. ക്ലാസ്സിലേക്ക് വന്നതും കുട്ടികളെല്ലാം അവരെ പൊതിഞ്ഞു. നീലിമ, നിന്റെ കല്യാണം ഉറപ്പിച്ചു എന്ന് കേട്ടു. അതും ഇവിടെ പഠിക്കുന്ന ശ്രീകാന്ത് സാർ എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. ശരിയാ, ഇങ്ങനെയും ഉണ്ടായിരുന്നോ? എന്നാ കല്യാണം? ഞങ്ങളെല്ലാം നീ വിളിക്കില്ലേ? അവർ രണ്ടുപേരോടുമായി നിർത്താതെ സംസാരമായിരുന്നു കുട്ടികളെല്ലാം. വലിയ ശബ്ദത്തിൽ എന്തോ ഒരു ശബ്ദം കേട്ടതും കുട്ടികളെല്ലാം നെട്ടി തിരിഞ്ഞു നോക്കുമ്പോ ഗായത്രി മിസ് ദേഷ്യത്തിൽ നിൽപ്പുണ്ട്. ദേഷ്യത്തോടെ ടേബിളിലടിച്ച ശബ്ദമായിരുന്നു അത്. അവരെ കണ്ടതും കുട്ടികളെല്ലാം അവരുടെ സീറ്റിലേക്ക് പോയിരുന്നു. അവർ എല്ലാവരെയും ഒന്ന് ദേഷ്യത്തിൽ നോക്കിയ ശേഷം ക്ലാസ് എടുക്കാൻ തുടങ്ങി. ഞാൻ ഇന്നലെ പഠിപ്പിച്ചത് ചോദ്യം ചോദിക്കാൻ പോകുകയാണ്. അത് കേട്ടതും കുട്ടികളെല്ലാം ഭയന്നു നോക്കി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രാഞ്ചസ് ഓഫ് ഫിസിയോളജി. ഉത്തരം നീലിമ പറയും. അതും പറഞ്ഞുകൊണ്ട് അവർ കയ്യും കെട്ടിക്കൊണ്ട് നിന്നതും നീലി ഒന്ന് ഞെട്ടിക്കൊണ്ട് പതിയെ എണ്ണീറ്റ് നിന്നു. പറയണം നീലിമ. മിസ് എന്താ അറിഞ്ഞുകൊണ്ട് അവളെ കളിയാക്കുവാണ്? ബാമ ദേഷ്യത്തിൽ ചോദിച്ചു. ഇവൾക്ക് സംസാരശേഷി ഇല്ലെങ്കിൽ വീട്ടിലിരിക്കണം, അല്ലാതെ പഠിക്കാൻ വന്നാൽ ഇങ്ങനെ ചോദ്യങ്ങളെല്ലാം ചോദിക്കും. അത് കേട്ടതും ബാമ ദേഷ്യത്തിൽ അവരെ നോക്കി. നീലി ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. മിസ്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. നീലിയുടെ നിൽപ്പ് കണ്ട് സഹിക്കാനാവാതെ അവൾ വീണ്ടും ദേഷ്യത്ത് പറഞ്ഞു. എന്നാ എണീറ്റ് നിന്ന് നീ ഉത്തരം പറ. അത് കേട്ടതും ബാമയും എണീറ്റ് നിന്നു. ഇവൾക്ക് പറയാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ, എഴുതാലോ, അവളെ എഴുതട്ടെ. അത് കേട്ടതും ബാമയും നീലിയും പരസ്പരം നോക്കി. മിസ്, ഒരാഴ്ചയായി ഞങ്ങൾ ലീവായിരുന്നു എന്ന് മിസ്സിന് അറിയാലോ, എന്നിട്ട് ഞങ്ങളെ തന്നെ തിരഞ്ഞെടുത്ത് ചോദിക്കുന്നു. ബാമ അല്പം ഗൗരവത്ത് ചോദിച്ചു. ഓഹോ, നിന്നോട് ലീവ് എടുക്കാൻ ഞാൻ പറഞ്ഞു? ഇന്നലെ ലീവായിരുന്നു എന്നൊന്നും ഒരു റീസൺ അല്ല, രണ്ടുപേരും ഉത്തരം പറയണം. ബാമയും നീലിയും പരസ്പരം നോക്കി. ഞങ്ങൾക്കറിയില്ല. നിനക്ക് നല്ല കോൺഫിഡൻസ് ആണല്ലോ. അറിയില്ലെങ്കിൽ 500 പ്രാവശ്യം ഡെഫിനിഷൻ പഠിക്കുകയും ഇമ്പോസിഷൻ എഴുതുകയും വേണം. 500-ൽ കുറയാൻ പാടില്ല. എണ്ണം നൽകിക്കൊണ്ട് എഴുതണം. ഇനി ഇരുന്നോ. അത് കേട്ട് കുട്ടികളെല്ലാം ഞെട്ടി അവരെ നോക്കുന്നുണ്ട്. ബാമ വാ പൊളിച്ച് അവളെ ഒന്ന് നോക്കി. ഇങ്ങനെ പോകുകയാണെങ്കിൽ ഈ തള്ളയുടെ വായെ ഞാൻ പടക്കം പൊട്ടിക്കും, നോക്കിക്കൊന്നി. ബാമ പറയുന്നത് കേട്ടതും നീലി ഒന്ന് പുഞ്ചിരിച്ചു. അതിനുശേഷം അവർ ക്ലാസ് എടുത്തു തുടങ്ങി. നീലിയുടെ ചിന്തകളെല്ലാം ഇന്ന് രാവിലെ കണ്ടവരെ കുറിച്ചായിരുന്നു. അവരെല്ലാം എന്താ അങ്ങനെ സംസാരിച്ചേ? ശ്രീയേട്ടനൊരു മാഷാണെന്ന ബഹുമാനമുണ്ടെങ്കിൽ അത് എന്നോട് ഇങ്ങനെ പെരുമാറുമോ? അതോ ഇനി അവർ തമ്മിൽ വല്ല പ്രശ്നവുമുണ്ടോ? ഈ കാര്യം ശ്രീയേട്ടനോട് പറയണോ? ഇല്ലെങ്കിൽ വേണ്ട, അവർ എന്നെ ഒന്ന് ഭയപ്പെടുത്താൻ നോക്കിയതാണെങ്കിലോ? നീലി അതും ആലോചിച്ചിരുന്ന് അവർ ക്ലാസ്സും കഴിഞ്ഞ് ഇറങ്ങിപ്പോയതും കുട്ടികളെല്ലാം സഹതാപത്തോടെ ബാമയും നീലിയെയും നോക്കി. ഇവർക്ക് നിങ്ങളോടെന്താ ഇത്ര ദേഷ്യം? ക്ലാസ്സിലൊരു കുട്ടി ചോദിച്ചു. അതിന് ഞങ്ങളെ കണ്ടത് മുതൽ കടിച്ചു കീറുമെന്ന നോട്ടത്തിലല്ലേ. അപ്പോഴേക്കും അടുത്ത സാറ് വന്നു. ക്ലാസ് കഴിഞ്ഞ് അതും പോയി. നീലി, നമുക്ക് കോളേജ് ഒന്ന് ചുറ്റിക്കാണാം. വന്നിട്ട് ഇവിടെ ഒന്നും കണ്ടതേ ഇല്ലല്ലോ. ബാം അത് പറഞ്ഞതും ഞാനും നിങ്ങളെ കൂടെ കൂടിക്കോട്ടെ. തൊട്ട് മുമ്പിലുള്ള ഒരു കുട്ടി തിരിഞ്ഞ് ഇവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നീലി പുഞ്ചിരിയോടെ തലയാട്ടി. ഞാൻ പാർവണ. എൻ്റെ അപ്പുറത്തുള്ളവരെല്ലാം പണ്ടേ കൂട്ടുകാരാ, അതുകൊണ്ട് തന്നെ എനിക്ക് കൂട്ടുകാരൊന്നുമില്ല. പാർവണ വിഷമത്തോടെ പറഞ്ഞു. അതിനെന്താ, ഇനി മുതൽ നമ്മൾ 3 സംഘം. അത് കേട്ടതും പാർവണക്ക് ഒത്തിരി സന്തോഷമായി. എന്നാ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം. അതും പറഞ്ഞ് 3 പേരും അവിടെ നിന്നും ഇറങ്ങി. നീലി നടുവിൽ അപ്പുറത്തും ഇപ്പുറത്തുമായി ബാമയും പാർവണയും. 3 പേരും കോളേജ് ചുറ്റി കണ്ട് നടക്കുമ്പോഴാണ് ഹലോ പുറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടതും അവർ തിരിഞ്ഞു നോക്കുമ്പോൾ സ്നേഹ ആയിരുന്നു അത്. സ്നേഹ ചേച്ചിയോ? അവളെ കണ്ടയുടനെ പാർവണ പറഞ്ഞു. ആഹാ, ഇവരാണോ നിന്റെ പുതിയ കൂട്ടുകാർ? സ്നേഹ അത് ചോദിച്ചതും അതെ ചേച്ചി. എൻ്റെ പൊന്നു ബാമേ, നിന്റെ ചേട്ടനാണ് ആ ശ്രീകാന്ത് സാറെങ്കിൽ ഒന്ന് പറയണ്ടേ? അന്ന് നിങ്ങളോട് അദ്ദേഹത്തെ കുറിച്ച് എന്തൊക്കെയാ ഞാൻ പറഞ്ഞേ? അവൻ്റെ മുറപ്പെണ്ണാണ് നീലി എന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ലല്ലോ. സ്നേഹ അല്പം ഭയത്തോടെ പറഞ്ഞതും അതൊക്കെ എന്ത്, ശ്രീയേട്ടനെ ഞങ്ങൾക്കറിയാലോ. ബാം അത് പറഞ്ഞതും എൻ്റെ ചെറിയച്ഛൻ്റെ മോളാണ് പാർവണ. അത് കേട്ടതും അവർ ആണോ എന്ന രീതിയിൽ പാർവണയെ നോക്കി. അതെ, സ്നേഹ ചേച്ചിക്ക് ഇവരെ അറിയോ? പാർവണ അത് ചോദിച്ചതും
ഇവരെ ഞാൻ കോളേജിലേക്ക് വന്നേ പരിചയപ്പെട്ടതാ. പാർവണിയെ നോക്കിക്കൊണ്ട് സ്നേഹ പറഞ്ഞു. ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതെല്ലാം ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സ്നേഹയോടായി ഒന്ന് സംസാരിച്ച ശേഷം അവർ അവിടെ നിന്നും പോയി. സ്നേഹ ഒരു പുഞ്ചിരിയോടെ അവരെ ഒന്ന് നോക്കിയ ശേഷം അവിടെ നിന്നും വാഷ്റൂമിലേക്ക് പോയി തിരിച്ച് ക്ലാസ് റൂം ലക്ഷ്യം വെച്ച് നടക്കുമ്പോഴാണ് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ അവിടെ ആരുമില്ലായിരുന്നു. അവൾ അവിടെ നിന്നും ചാടി കയറി ഇറങ്ങി പോകാൻ നിന്നതും പെട്ടെന്ന് ആരോ അവളെ വാ പൊത്തി പുറകിലേക്ക് വലിച്ചു. അവൾ ഭയത്തോടെ ശബ്ദമുണ്ടാക്കാൻ നോക്കിയെങ്കിലും അവൾക്ക് ആയില്ല. വാ പൊത്തിയതുകൊണ്ട് അവൾക്ക് ശബ്ദമുണ്ടാക്കാനായില്ല. അവളെ പിടിച്ചുകൊണ്ടുപോയി ഒരു ഒഴിഞ്ഞ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ ദീപക്കും കൂട്ടുകാരും ഉണ്ടായിരുന്നു. അവരുടെ മുമ്പിലായി നിർത്തിക്കൊണ്ട് അവളുടെ വായിൽ നിന്നും കൈയെടുത്തു. ദീപക്, നീ എന്താ ഈ കാണിക്കുന്നേ? സ്നേഹ ഭയത്തോടെ ചോദിച്ചു. ഒന്നും കാണിച്ചില്ലല്ലോ, കാണിക്കാൻ പോകുന്നേ ഉള്ളൂ. അതും പറഞ്ഞ് ഒരു വഷളൻ ചിരിയോടെ അവളുടെ അടുത്തേക്ക് അവൻ വരുന്നത് കണ്ടതും അവൾ ഭയന്നുകൊണ്ട് ചുറ്റും നോക്കി. അവന്റെ കൂട്ടുകാരെല്ലാം ഒരു പുച്ഛച്ചിരിയോടെ അവളെ നോക്കുന്നുണ്ട്. അവൻ അവളുടെ അടുത്തേക്ക് വരും തോറും അവൾ പുറകിലേക്ക് പോയി. അവൻ അവളുടെ ചുമലിൽ കൈ വെച്ചതും ദീപക് പ്ലീസ് ഒന്നും ചെയ്യല്ലേ പ്ലീസ്. സ്നേഹ അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞ് ഭയത്തോടെ പറഞ്ഞതും അത് കേട്ടതും അവനൊരു പുഞ്ചിരിയോടെ ഓക്കെ, ഞാനൊന്നും ചെയ്യില്ല, പക്ഷേ എനിക്കതിന് പകരം ഞാൻ പറയുന്നത് നീ ചെയ്തു തരണം. അത് കേട്ട് അവൾ എന്താണെന്ന പോലെ അവനെ നോക്കി. ആ നീലിമയെ എനിക്ക് വേണം. ദീപക് അത് പറഞ്ഞതും അത് കേട്ട് സ്നേഹ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. ഏത്? എനിക്കറിയില്ല. സ്നേഹ പേടിച്ച് പറഞ്ഞതും ദീപക് ദേഷ്യത്തിൽ അവളുടെ മുടിയിൽ പിടിച്ചു. നീ ഇപ്പോ കുറച്ചു മുമ്പ് സംസാരിച്ചു കൊണ്ട് നിന്നത് ഞാൻ കണ്ടതാടി പുല്ലേ. അറിയാത്ത പോലെ അഭിനയിച്ചാൽ നിന്റെ മാനം അതിവിടെ പോകും. അതെല്ലാം ഇവൻ വീഡിയോ എടുക്കും. ആ വീഡിയോ ആകും നാളെ ഈ കോളേജ് മുഴുവൻ കാണുക. ദീപക്, നിനക്ക് ഈ ദീപക് ആരാണെന്ന് അറിയാലോ. ദീപക് പറയുന്നത് കേട്ടതും വേണ്ട. എന്നാ ഞാൻ പറയുന്നത് നല്ല കുട്ടിയായി അനുസരിച്ച നിനക്ക് കൊള്ളാം. ദീപക്, അവൾ ശ്രീകാന്ത് സാറിന്റെ മുറപ്പെണ്ണാണ്. സ്നേഹ പേടിയോടെ പറഞ്ഞു. അതെ, അതുകൊണ്ട് തന്നെയാണ് അവളെ ഞാൻ തേടി പിടിച്ചത്. ശ്രീകാന്ത് എന്നോട് ചെയ്ത ഓരോന്നിനും അവൾ വഴി ഞാൻ പണി കൊടുക്കും. ദീപക് വേണ്ട പ്ലീസ്. പാവം ആ കുട്ടിക്ക് സംസാരശേഷി പോലുമില്ല. ശ്രീകാന്ത് സാറിനോടുള്ള ദേഷ്യം ആ പാവം കുട്ടിയോട് വേണ്ട, ദൈവം പൊറുക്കില്ല. സ്നേഹ ഭയത്തോടെ പറഞ്ഞു. ചിപ്പുലേ, ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നിനക്ക് എന്നെ അറിയാലോ. നീ എവിടെയാണെങ്കിലും നിന്നെ തേടി പിടിച്ച് ഞാൻ വരും, അതിനെനിക്കറിയാം. സ്നേഹ ഭയത്തോടെ നിന്നു. ഞാൻ പറയുന്നത് അതുപോലെ നീ അനുസരിച്ച നിന്നെ ഞാൻ വിടാം. അവന്റെ മുഖഭാവം കണ്ട് അവൾ പേടിയോടെ തലയാട്ടി. ആഹാ, ഗുഡ് ഗേൾ. നീലിയും ബാമയും പാർവണിയും കൂടെ കോളേജ് കഴിഞ്ഞ് ഒരു മരച്ചുവട്ടിൽ നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് സ്നേഹ വരുന്നത്. എല്ലാവരും ഉണ്ടല്ലോ. അത് കേട്ടതും അവരെല്ലാം ഒന്ന് പുഞ്ചിരിച്ചു. അത് പറഞ്ഞപ്പോയാ ഷടാ, ഞാന് ആ ലൈബ്രറിയിൽ നിന്നും ഒരു ബുക്ക് എടുക്കാൻ മറന്നു. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ പോരുന്നു? നീലിയെ, നീ ഉണ്ടോ? സ്നേഹ അത് ചോദിച്ചതും അതെന്താ ചേച്ചി നീലിയെ മാത്രം വിളിക്കുന്നേ, ഞങ്ങളെല്ലാം ഇവിടെ ഇല്ലേ? ബാം അത് ചോദിച്ചതും അത് നീലിയെ കണ്ടപ്പോൾ ഒരുപാട് പുസ്തകമെല്ലാം വായിക്കുന്ന ഒരു കുട്ടിയെ പോലെ തോന്നി, അപ്പോ അവളുണ്ടോ എന്ന് ചോദിച്ചതാ. അവളുടെ വാക്കിൽ ചില പതർച്ച വന്നത് നീലി ശ്രദ്ധിച്ചിരുന്നു. എന്നാ നീലി, നീ പോയിട്ട് വാ. അത് കേട്ടതും നീലി സ്നേഹയുടെ കൂടെ അവിടെ നിന്നും നടന്നു. അവർ രണ്ടുപേരും ലൈബ്രറിയിലെത്തിയതും അവിടെയൊന്നും ആരുമില്ലായിരുന്നു. ഇവിടെയൊന്നും ആരുമില്ലല്ലോ. നീലി അത് ചിന്തിച്ചുകൊണ്ട് സ്നേഹയെ നോക്കിയപ്പോൾ സ്നേഹ സങ്കടത്തോടെ നീലിയെ നോക്കി. വാ നീലി. അതും പറഞ്ഞ് അവൾ നീലിയെ കൊണ്ട് അകത്തേക്ക് കയറി. നീ ആ ഏറ്റവും അവസാനമുള്ള ഇടത്തേക്ക് നോക്കിക്കോ, അവിടെയാണ് നോവലെല്ലാം ഉള്ളത്. അത് കേട്ടതും നീലി ഒരു പുഞ്ചിരിയോടെ അങ്ങോട്ട് നടന്നു. സ്നേഹ ഒരു സങ്കടത്തോടെ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. എൻ്റെ ദേവി, ഈ പാവങ്ങളെല്ലാം ഞാൻ എവിടെ കൊണ്ടുപോയി തീർക്കും? അതും പറഞ്ഞ് അവൾ വേദനയോടെ നിറഞ്ഞ കണ്ണുകളെല്ലാം തുടച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. ആ വാതിലടക്കാൻ നിന്നതും പെട്ടെന്ന് അവളുടെ കയ്യിൽ ആരുടെയോ ഒരു പിടുത്തം വീണിരുന്നു. അവളൊന്ന് ഞെട്ടിക്കൊണ്ട് നോക്കുമ്പോൾ അവിടെ ശ്രീകാന്ത് ആയിരുന്നു. നീ എന്താ ഈ ഡോർ അടക്കുന്നേ?
ശ്രീകാന്ത് ഗൗരവത്തെ ചോദിച്ചതും അത് സർ ഇവിടെ ഇവിടെ ഒന്നും ആരുമില്ല. അപ്പോ നിന്റെ കൂടെ വന്ന നീലിമ എവിടെ പോയി? ഗൗരവത്തിലുള്ള ശ്രീകാന്തിന്റെ ചോദ്യം കേട്ടതും അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. അത് സർ ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് ആ ദീപക് പോയത് ഞാൻ കണ്ടതാ. ശേഷം നീയും അവളും വരുന്നതും എന്ന് തുടങ്ങി ആ പെണ്ണുപിടിയനെ ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൊടുക്കാൻ അവൻ ഭയങ്കര ദേഷ്യത്ത് ചോദിച്ചതും അവൾ ആകെ പേടിച്ച് അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു. സർ അത് എൻ്റെ മാനത്തിന് വിലട്ടുകൊണ്ടാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞത്. അതും പറഞ്ഞ് കുറച്ചു മുമ്പ് നടന്നതെല്ലാം അവൾ അവനോടായി പറഞ്ഞ് മുഖം പൊട്ടിക്കരയാൻ തുടങ്ങിയതും ശ്രീകാന്ത് എല്ലാം കേട്ട് ദേഷ്യത്തിൽ ഇതിപ്പോ ഞാൻ കണ്ടില്ലെങ്കിലുള്ള അവസ്ഥ എന്താണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരണോ? ശ്രീകാന്ത് ദേഷ്യത്ത് ചോദിച്ചതും എൻ്റെ സാഹചര്യം അതായിരുന്നു, തെറ്റാണ്, വേണ്ടെന്ന് ഞാൻ കുറേ പറഞ്ഞതാ. സാറിനെ വന്ന് കണ്ടു പറയാൻ അവർ സമ്മതിക്കാതെ എൻ്റെ പുറകെ അവൻ്റെ ആളുകളുണ്ടായിരുന്നു. അവളെ ഒന്ന് ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് അവൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. സ്റ്റോറി ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ. തുടരും.